ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അവളെ ഞാൻ കണ്ടിട്ടു എനിക്ക് കറക്റ്റ് ഒരു മിനിമം ഒരു 4 വർഷം 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കല്യാണ സമയത്തും അവളുടെ കല്യാണ സമയത്തും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളാണെങ്കിൽ ഫോണിൽ മെസ്സേജ് അയക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ദുബായി പോയിട്ട് ഒരു മിനിമം ഒരു 2-3 വർഷമെങ്കിലും വന്നിട്ടുണ്ടാവും നാട്ടിലോട്ട്. അപ്പോഴൊക്കെ എന്നോട് കാണാന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റാറില്ല. അപ്പോൾ ഈ വട്ടം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കാണാം, ഓഗസ്റ്റിൽ അവൾ പോകും എന്നൊക്കെ. അപ്പോൾ ഞങ്ങള് ഇങ്ങനെ കാണാന്ന് വെക്കുന്ന സമയങ്ങളൊന്നും കാണാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ തന്നെ വേറെ ഫ്രണ്ട് ഉണ്ട്, ദീന. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ എവിടെയാന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ്, വയ്യാണ്ടിരിക്കാന്നൊക്കെ, ട്രിപ്പ് ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ആദ്യം ദീനനെ പിക്ക് ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് വെറുതെ. ഞാൻ നോക്കുമ്പോൾ അവൾ റോട്ടിൽ ഇറങ്ങിയേക്കണ്. എന്നെ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് പാളി. ആ വിഷമത്തിൽ ഞങ്ങൾ റുക്കുൻ്റെ വീട്ടിൽ പോയി. ഇത് റുക്കുൻ്റെ മോളാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഇതാണ് ദീന. ഞങ്ങൾ രണ്ടുപേരും കൂടിയും പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാൻ പൊട്ടിയ വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. ഇതാണ് റുക്കിയ. അപ്പം നമ്മളൊക്കെ കൂടി പ്ലാൻ പൊട്ടിയെങ്കിലും അടുത്ത ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാൻ പെട്ടെന്ന് തീരുമാനിച്ച്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അവളുടെ അടുത്തേക്ക് പോവാണ്, അഫ്സാനയുടെ അടുത്തേക്ക്. അങ്ങനെ നമ്മൾ അഫ്സൂനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഓൾറെഡി 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തണതും ഭയങ്കര മഴ. ഞങ്ങളപ്പോൾ എത്താൻ കാത്തിരുന്ന പോലെ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും റുക്കുവിൻ്റെ ടെൻഷൻ. ആര് ഫോട്ടോ എടുത്തരും, നല്ല ഫോട്ടോ കിട്ടുമോ, കുറേ നാളായില്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട്, അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പിസ്സ, ഒരു ബർഗർ, ഒരു ബിരിയാണി, പിന്നെ സൂപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പ് വന്നു. ഞാൻ മിക്കപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പ് പറയുമെങ്കിലും എനിക്ക് എല്ലായിടത്തും അങ്ങനെ ഇഷ്ടപ്പെടാറില്ലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഫ്ലേവറൊക്കെ ഭയങ്കര, നമുക്കങ്ങനെ പെട്ടെന്ന് മട്ടിക്കില്ലായിരുന്നു. പിസ വന്നത് മാത്രമല്ല ഉള്ളൊരു സമയം ഉണ്ടായിരുന്നുള്ളൂ. സമയം എന്നല്ല, ക്ഷമ ഉണ്ടായിരുന്നുള്ളൂ. പിസ വന്നതോടുകൂടി വിശപ്പ് അങ്ങോട്ട് കൂടി. ഞങ്ങൾ പിന്നെ ഫുഡിങ്ങിനുള്ള തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് ഞങ്ങൾ കുറച്ചായിരുന്നു അവിടെ സംസാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പൂനെ കാണിച്ചു കൊടുത്ത് ഇതാണ് അപ്പൂ. കൂടെ ഒരു കുരുത്തം കിട്ട കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ ഉമ്മയാണിത്. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണമായിരുന്നു. അപ്പം അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ബൈ. തിന്നിട്ടത് അതും സോസും തിന്നപ്പോ തന്നെ കുറഞ്ഞു എല്ലാം പറഞ്ഞ പോലെ. ഉല്ലാസം
ഉല്ലാസിന് ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുക്ക. ഉല്ലാസിന് ടാറ്റ കൊടുക്ക്. ബൈ ബൈ. അപ്പൊ എല്ലാം എടി ഉമ്മാനോട് പറയട്ടാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. അങ്ങനെ ഇവരൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.